Hello, this is Dr. Praveen Ramchandra. I'm senior endocrinologist working in Diabetes Endocrinology Clinic, Yelahanka, Newton, Bangalore, India. Please watch this video. ഹലോ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചർച്ച കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലുമോ ഒരു തൈറോയിഡ് നോഡ്യൂൾ, അതായത് കഴുത്തിലൊരു മുഴ കണ്ടെത്തിയതുകൊണ്ടാവാം അല്ലേ? അടുത്തതെന്താണ് എന്നതിനെക്കുറിച്ച് ചെറിയൊരു പേടിയോ ആശങ്കയോ ഒക്കെ തോന്നുന്നത് വളരെ സാധാരണമാണ്. പക്ഷെ വിഷമിക്കേണ്ട, ഇന്നത്തെ ഈ ചർച്ചയിലൂടെ നമുക്ക് ആ സംശയങ്ങളൊക്കെ മാറ്റി കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താം. നമ്മുടെ ഈ ചർച്ചയ്ക്ക് ഒരു വഴികാട്ടിയായി എടുക്കാവുന്ന ഒരു വാചകമാണിത്. ബാംഗ്ലൂർ യലഹങ്കയിലെ ഡൈപ്ലസ് എൻഡോക്രൈനോളജി ക്ലിനിക്കിലെ സീനിയർ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ രാമചന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു നല്ല ബയോപ്സി ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, അത് അപകടം നേരത്തെ തന്നെ കണ്ടുപിടിക്കും. രണ്ട്, പേടിക്കാൻ ഒന്നുമില്ലാത്തൊരു മുഴയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. കണ്ടില്ലേ, എത്ര ശരിയാണ്! ശരിയായ ഒരു പരിശോധന നമ്മുടെ പേടി മാറ്റി കാര്യങ്ങൾ വ്യക്തമാക്കാൻ എങ്ങനെ സഹായിക്കുമെന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം, ഈ നോഡ്യൂൾ കണ്ടെത്തിയാൽ എന്താണ് സംഭവിക്കുക? പിന്നെ എപ്പോഴാണ് ഒരു ബയോപ്സി ശരിക്കും വേണ്ടിവരുന്നത്? ആ ബയോപ്സി, അതായത് FNAC ടെസ്റ്റ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്? കിട്ടുന്ന റിസൾട്ട് നമ്മൾ എങ്ങനെയാണ് വായിച്ചു മനസ്സിലാക്കേണ്ടത്? അവസാനം, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതിനെല്ലാമുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു നോഡ്യൂൾ കണ്ടെത്തിയാൽ എന്താണിത്? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ എന്താണ് ഈ തൈറോയിഡ് നോഡ്യൂൾ? വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾ അസാധാരണമായി വളർന്നുണ്ടാകുന്ന ഒരു മുഴയാണിത്. ഇത് കേട്ട് പേടിക്കാൻ വരട്ടെ, കാരണം ഇത് വളരെ വളരെ സാധാരണമായ ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവയിൽ ഭൂരിഭാഗവും, അതായത് 90%-ലധികവും ക്യാൻസർ അല്ലാത്ത സാധാരണ മുഴകളാണ്. അതുകൊണ്ട് നോഡ്യൂൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഡോക്ടറോട് ഉടനെ പറയേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കഴുത്തിൽ ആ മുഴ പെട്ടെന്ന് വലുതാവുന്നുണ്ടോ? ശബ്ദത്തിനൊരു മാറ്റം, അതായത് ഒരുതരം ശബ്ദമടുപ്പ് സ്ഥിരമായി നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാനും ശ്വാസമെടുക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുപോലെ കഴുത്തിൽ വേറെ കഴലുകൾ വീർത്തിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ഡോക്ടറെ അറിയിക്കണം. ഇതിനർത്ഥം ഇത് ക്യാൻസറാണെന്നല്ല കേട്ടോ, പക്ഷേ ഒരു വിദഗ്ധ പരിശോധന ആവശ്യമാണെന്നെൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ നോഡ്യൂൾ കണ്ടെത്തിയാൽ ഉടനെ ബയോപ്സി ചെയ്യണോ? ഡോക്ടർമാർ എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലെത്തുന്നത്? നമുക്ക് നോക്കാം. സാധാരണയായി നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ അവർ 3 കാര്യങ്ങളാണ് ആദ്യം ചെയ്യുക. ഒന്നാമതായി നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ചോദിച്ചറിയും, പിന്നെ കഴുത്തിലൊക്കെ ഒന്ന് തൊട്ട് പരിശോധിക്കും. രണ്ടാമതായി ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. TSH ടെസ്റ്റ് എന്നാണ് ഇതിന് പറയുക. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനാണിത്. മൂന്നാമതായി ഒരു അൾട്രാസൗണ്ട് സ്കാൻ. ഈ സ്കാനിലൂടെയാണ് നോഡ്യൂളിന്റെ വലിപ്പവും അതിന്റെ മറ്റു പ്രത്യേകതകളും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ആ ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യമെടുക്കാം. അതിലെ THS ലെവൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ ആദ്യം നോക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങളുടെ THS ലെവൽ കുറവാണോ? TSH കുറവാണെങ്കിൽ അതൊരുപക്ഷേ ഒരു നല്ല വാർത്തയായിരിക്കാം. കാരണം സ്കാൻ ചെയ്യുമ്പോൾ ആ നോഡ്യൂൾ ഒരു ഹോട്ട് നോഡ്യൂൾ ആവാനാണ് സാധ്യത. എന്താണ് ഈ ഹോട്ട് നോഡ്യൂൾ? അതായത് ആ മുഴ തന്നെ ഒരുപാട് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്നു. ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഇത്തരം ഹോട്ട് നോഡ്യൂളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് സാധാരണയായി ബയോപ്സിയുടെ ആവശ്യം വരാറില്ല. പക്ഷേ മിക്ക ആളുകളിലും TSH ലെവൽ സാധാരണയോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലോ ആയിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ബയോപ്സി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിലെ കാഴ്ചയും നോഡ്യൂളിന്റെ വലിപ്പവും അനുസരിച്ചായിരിക്കും. അപ്പോൾ അൾട്രാസൗണ്ട് റിപ്പോർട്ട് നോക്കിയിട്ടാണ് ഡോക്ടർമാർ ഈ തീരുമാനമെടുക്കുന്നത്. അതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. അൾട്രാസൗണ്ടിൽ കാണുന്ന ചില പ്രത്യേകതകൾ വെച്ച് നോഡ്യൂളിനെ ഹൈ സസ്പിഷൻ, ഇന്റർമീഡിയറ്റ് സസ്പിഷൻ എന്നൊക്കെ തരംതിരിക്കും. ഹൈ സസ്പിഷൻ, അതായത് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലായി സംശയിക്കുന്ന ഒരു നോഡ്യൂളാണെങ്കിൽ അതിന്റെ വലിപ്പം 1 സെന്റിമീറ്റർ ആയാൽ പോലും ബയോപ്സി ചെയ്യാൻ പറയും. നേരെ മറിച്ച് വെരി ലോ സസ്പിഷൻ, അതായത് പേടിക്കാനൊന്നുമില്ല എന്ന് തോന്നുന്ന ഒന്നാണെങ്കിൽ അത് 2 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ വലിപ്പമുണ്ടെങ്കിൽ മാത്രം ബയോപ്സി ചെയ്താൽ മതി. എന്തിനാണിങ്ങനെ ചെയ്യുന്നത്? അനാവശ്യമായി എല്ലാവരെയും ബയോപ്സി ചെയ്ത് പേടിപ്പിക്കാതിരിക്കാനാണ്. ശരി, അപ്പോൾ ബയോപ്സി വേണമെന്ന് തീരുമാനിച്ചു. ഇനി എന്താണ് പ്രൊസീജിയർ? FNSC എന്നാണ് ഈ ടെസ്റ്റിന് പറയുക. ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി. പേരുകേട്ട് പേടിക്കേണ്ട. ഇത് ചെയ്യുന്നതിന് മുമ്പും ചെയ്യുമ്പോഴും കഴിഞ്ഞിട്ടും എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ കുറയുമല്ലോ. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന ദിവസം എന്തൊക്കെയാണ് നടക്കുക എന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം സമ്മതപത്രമൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ് നിങ്ങളോട് ബെഡിൽ മലർന്നു കിടക്കാൻ പറയും.
കഴുത്ത് കുറച്ചൊന്ന് പുറകിലോട്ട് വളച്ചു വെക്കണം. എന്നിട്ട് ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാനർ ഉപയോഗിച്ച് നിങ്ങളുടെ കഴുത്തിൽ ആ നോഡ്യൂൾ എവിടെയാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കും. ആ സ്ഥലം വൃത്തിയാക്കിയ ശേഷം വളരെ നേർത്ത ഒരു സൂചി ഉപയോഗിച്ച് അതിൽ നിന്ന് കുറച്ച് കോശങ്ങൾ വലിച്ചെടുക്കും. സാധാരണ 2-3 തവണ ഇങ്ങനെ ചെയ്യേണ്ടി വരും. മുഴുവൻ പ്രൊസീജിയറും കഴിയുമ്പോൾ കുറച്ചുനേരം അവിടെ ഒന്ന് അമർത്തിപ്പിടിച്ച് നിങ്ങളെ നിരീക്ഷിക്കും. അത്രയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും മനസ്സിലുള്ളൊരു ചോദ്യം എനിക്കറിയാം. ഇത് വേദനിക്കുമോ? മിക്ക ആളുകൾക്കും കാര്യമായ വേദനയൊന്നും ഉണ്ടാവാറില്ല. ഒരു ചെറിയ പ്രഷർ അല്ലെങ്കിൽ സൂചി കയറുമ്പോൾ ഒരു ചെറിയ കുത്തൽ അത്രയേ അനുഭവപ്പെടാറുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ ബ്ലഡ് ടെസ്റ്റിനു വേണ്ടി രക്തമെടുക്കാൻ ഉപയോഗിക്കുന്ന സൂചിയില്ലേ, അതിനേക്കാളും നേർത്ത സൂചിയാണ് ഇതിനുപയോഗിക്കുന്നത്. അതുകൊണ്ട് വേദനയെക്കുറിച്ച് വലിയ പേടിയൊന്നും വേണ്ട. ടെസ്റ്റ് കഴിഞ്ഞാലോ? അതിനുശേഷമുള്ള പരിചരണവും വളരെ സിമ്പിളാണ്. മിക്കവർക്കും അന്ന് തന്നെ അവരുടെ സാധാരണ ജോലികളിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. 1-2 ദിവസം ചെറിയൊരു വേദനയോ കഴപ്പോ ഉണ്ടാവാം. അതിന് കുറച്ച് ഐസ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന വേദന സംഹാരി കഴിക്കുകയോ ചെയ്യാം. നിങ്ങളുടെ റിസൾട്ട് സാധാരണയായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ആഴ്ചയ്ക്കുള്ളിലോ കിട്ടും. ശരി, അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു, റിസൾട്ട് കയ്യിൽ കിട്ടി. ഇനി ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ഈ റിസൾട്ട് റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ റിപ്പോർട്ടിൽ ബെതസ്ഡ കാറ്റഗറി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. 1 മുതൽ 6 വരെയുള്ള ഒരു നമ്പറായിരിക്കും അത്. ഇത് ഒരു അവസാനത്തെ വിധി എഴുതായി കാണരുത്. പകരം ക്യാൻസർ വരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സൂചനയായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഈ ടേബിളാണ് നിങ്ങളുടെ റിപ്പോർട്ട് മനസ്സിലാക്കാനുള്ള ഒരു കീ. നമുക്ക് ഓരോന്നായി നോക്കാം. കാറ്റഗറി 1, അതായത് പരിശോധിക്കാൻ ആവശ്യത്തിന് കോശങ്ങൾ കിട്ടിയില്ല, അതുകൊണ്ട് ചിലപ്പോൾ ബയോപ്സി ഒന്നുകൂടി ചെയ്യേണ്ടി വരും. ഇനി കാറ്റഗറി 2, ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് ആശ്വസിക്കാം, കാരണം ക്യാൻസർ സാധ്യത വളരെ കുറവാണ്. സാധാരണയായി പിന്നീട് ഇടയ്ക്ക് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി കാറ്റഗറി 3ഉം 4ഉം, ഇതിനെയാണ് നമ്മളൊരു ഗ്രേ സോൺ എന്ന് പറയുന്നത്. അതായത് നല്ലതാണോ ചീത്തയാണോ എന്ന് വ്യക്തമായി പറയാൻ പറ്റാത്ത അവസ്ഥ. ഇതിന് കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടിവരും. അവസാനം കാറ്റഗറി 5ഉം 6ഉം, ഇത് ക്യാൻസർ സാധ്യത വളരെ കൂടുതലാണെന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് സാധാരണയായി അടുത്ത പടി സർജറി ആയിരിക്കും. അപ്പോൾ റിസൾട്ട് കിട്ടി, ഇനി എന്ത് ചെയ്യണം? അതാണ് അടുത്ത ചോദ്യം. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്രേ സോൺ ഫലങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പറയാം. അതായത് ബെതസ്ഡ കാറ്റഗറി 3ഉം 4ഉം. എന്തുകൊണ്ടാണ് ഇത് ഗ്രേ സോൺ ആകുന്നത്? കാരണം മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഈ കോശങ്ങൾ സാധാരണയാണോ അതോ ക്യാൻസർ കോശങ്ങളാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ പല ഓപ്ഷനുകളുണ്ട്. ഒന്നുകിൽ ബയോപ്സി ഒന്നുകൂടി ചെയ്യാം, അല്ലെങ്കിൽ മോളിക്കുലർ ടെസ്റ്റിംഗ് പോലെയുള്ള സ്പെഷ്യൽ ടെസ്റ്റുകൾ ചെയ്യാം. ചിലപ്പോൾ രോഗനിർണയത്തിനായി തൈറോയിഡിന്റെ ഒരു ഭാഗം സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടിയും വരാം. ഇനി സാധാരണയായി ആളുകൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, ഈ ബയോപ്സി ചെയ്യുന്നതുകൊണ്ട് ക്യാൻസർ പടരാൻ സാധ്യതയുണ്ടോ? ഇതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്, ഇല്ല. തൈറോയ്ഡ് ബയോപ്സി കാരണം ക്യാൻസർ പടരുന്നത് അങ്ങേയറ്റം അസാധാരണമായൊരു കാര്യമാണ്. സൂചി പോയ വഴിയിലൂടെ ക്യാൻസർ പടരുക എന്നതൊക്കെ കോടിയിലൊന്നോ മറ്റോ സംഭവിക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതൊരു സാധാരണ റിസ്ക്കായിട്ട് കണക്കാക്കുന്നേയില്ല. അതുകൊണ്ട് ആ ഒരു പേടി കാരണം ഒരിക്കലും ഈ ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്. നമ്മൾ തുടങ്ങിയത് ഡോക്ടർ പ്രവീൺ രാമചന്ദ്രന്റെ ഒരു വാചകത്തോടെയാണ്. നമുക്ക് അവസാനിപ്പിക്കുന്നതും അതുപോലെ ഒന്നുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നു, ശാസ്ത്രീയമായ കാര്യങ്ങൾ വ്യക്തമാവുകയും ഉള്ള റിസ്ക് സത്യസന്ധമായി പറയുകയും അപ്പോഴും രോഗിക്ക് താൻ സുരക്ഷിതനാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു സംഭാഷണമാണ് ഏറ്റവും നല്ലത്. ഇതിലെല്ലാമുണ്ട്. ശരിയായ വിവരങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ പേടി മാറും. നമുക്ക് നമ്മുടെ ഡോക്ടറുമായി ചേർന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഓർക്കുക, എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളുടെ ഡോക്ടറുമായി തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല.